التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. അലാമാത്തുൽ ഫറായിയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി ആറാമത്തതാണ് നമുക്ക് പറയാനുള്ളത്. ഫറായിയായ അലാമത്തുമായി ബന്ധപ്പെട്ട് ആറാമത്തത് വ ഇല്ലൽ അംസിലത്തുൽ ഖംസ, അംസിലത്തുൽ ഖംസ ഒഴികെ 5 മാതൃകകൾ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഷറഹുകളിലൊക്കെ കാണാൻ പറ്റും, യാസീനിലും മറ്റു ഷറഹുകളിലൊക്കെ കാണാം. ഈ അൽ അംസിലത്തുൽ ഖംസ എന്ന് പറയാൻ കാരണം അന്നഹ ലൈസത്ത് അഫ്ആലൻ ബി അയാരിഹ. ഈ നമ്മൾ അംസിലത്തുൽ ഖംസ എന്ന് പറയുമ്പോൾ അലിഫുൽ ഇസ്നൈനി വാവുൽ ജമാഅി യാൽ മുഖാത്തബയും ചേർന്ന് വരുന്ന യഫ്അലാനി യഫ്അലൂന തഫ്അലാനി, പിന്നെ തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി. അപ്പോൾ തഫ്അലാനി 3 ഒന്നാക്കി നമ്മൾ കൂട്ടുക. അപ്പോൾ ഈ 5 നമ്മൾ പറയുന്നത് മാതൃക എന്ന നിലക്കാണ്. അല്ലാതെ അത് ലൈസത്ത് അഫ്ആലൻ ബി അയാനിഹ, ഈ അൽ അംസിലത്തുൽ ഖംസ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഈ നിയമങ്ങൾ അത് ഈ വെറും യഫ്അലാനി യഫ്അലൂന എന്ന ഫീൽഡിന് മാത്രമല്ല, അതേപോലെ വന്നിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഫീലുകൾക്കും ഈ നിയമം മാതൃകയാവും. അതുകൊണ്ടാണ് ഇതും അൽ അസ്മാഉ സിത്ത തമ്മിലുള്ള വ്യത്യാസം. കമാ അന്നൽ അസ്മാഉ സിത്തത്ത് അസ്മാഉം ബി അയാനിഹാന. അസ്മാഉ സിത്ത എന്ന് പറഞ്ഞാൽ 6 ഇസ്മുകളേ ഉള്ളൂ, അല്ലാതെ അതിന് മാതൃക അതേപോലെ വേറെ ഉണ്ട് എന്നല്ല, അത് 6 തന്നെയുള്ളൂ. പക്ഷേ അൽ അംസിലത്തുൽ ഖംസ എന്ന് പറയുമ്പോൾ ഈ 5 അല്ല, മറിച്ച് ഇന്നമാഹി അംസിലത്തുൻ, ചില എന്താണ് അതൊരു മാതൃകകളാണ്. ഈ അംസിലത്തുൽ ഖംസ എന്ന് പറയുമ്പോൾ യഫ്അലാനി യഫ്അലൂന എന്നുള്ളത് നമ്മൾ പറയുന്നത് ഒരു മാതൃകകളാണ്. യുഅബ്ബറു ബിഹാ അൻ കുല്ലി ഫീലിൻ കാന ബിമൻസിലതിഹ, അതിൻ്റെ സ്ഥാനത്തുള്ളതായ എല്ലാ ഫീലിനെ തൊട്ടും പറയപ്പെടും. അപ്പോൾ ഫഇന്ന യഫ്അലാനി എന്നുള്ളത് കിനായത്തുൻ അൻ യദ്ഹബാനി, യദ്ഹബാനിയെ തൊട്ട് പറയപ്പെടുന്നതാണ്. വയസ്തഖ്രിജാനി വനഹ്വിഹിമ, ഇതിനൊക്കെ യഫ്അലാനി പോലെ ഏതൊക്കെ ഫീലുണ്ടോ അതൊക്കെ നമുക്ക് അങ്ങനെ പറയാം. യഫ്അലാനി യജ്ലിസാനി, അല്ലാതെ ഈ 5 ഫീലുകൾ അസ്മാഉ സിത്തനെ പോലെ അത് 6 ഇസ്മുകളേ ഉള്ളൂ എന്നതുപോലെ ഈ പറയുന്ന യഫ്അലാനി യഫ്അലാനി യഫ്അലൂന തഫ്അലാനി മാത്രമേ ഉള്ളൂ എന്നല്ല, അതേപോലെ വരുന്നതൊക്കെ ഉൾപ്പെടും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. നോക്കുക, വ ഇല്ലൽ അംസിലത്തുൽ ഖംസ, അംസിലത്തുൽ ഖംസയും ഒഴികെ. വഹിയ, എന്താണ് ഈ അംസിലത്തുൽ ഖംസ എന്ന് പറഞ്ഞാൽ? കുല്ലു ഫിയാലിൻ, എല്ലാ ഫിയലുകളുമാണ്. മുദാരിഅൻ, മുദാരിയായിട്ടുള്ള എല്ലാ ഫീലുകളുമാണ്. പിന്നെ അങ്ങനത്തെ മുദാരിയാണ് ഇത്തസലത്തു ബിഹി, ആ മുദാരിയായ ഫീലിനോട് ചേർന്നിട്ടുണ്ട് അലിഫുൽ ഇസ്നൈനി, അലിഫുൽ ഇസ്നൈനി. അപ്പോൾ അലിഫുൽ ഇസ്നൈനി ചേർന്ന് വന്നിട്ടുള്ളതായ എല്ലാ മുദാരിയായ ഫീലുമാണ്. ഏതോ നഹ്വേതുപോലെ ഷാരിഹിൻ്റെ ഒരു ഉദാഹരണം യഖൂമാനി. പിന്നെ മുസന്നിഫിൻ്റെ ഇബ്നു ഹിഷാം റഹ്മഹുള്ളയുടെ ഉദാഹരണം വയഫ്അലാനി. അല്ലെങ്കിൽ പിന്നെ എന്ത് ചേർന്ന് വന്നതാ? ഔ വാവുൽ ജംഇ, അതല്ലേ വാവുൽ ജമ്മിൻ്റെ വാവ് ചേർന്ന് വന്നത്. നഹ്വേതുപോലെ യഖൂമൂന വയഫ്അലൂന ബിൽ യാഇ, ഇവകളൊക്കെ തന്നെ യാ കൊണ്ടായ നിലയിൽ. ഫീഹിമ എന്ന് പറഞ്ഞാൽ തസ്നിയയിലും ജമ്മിലും. അപ്പോൾ രണ്ടിലും തസ്നിയയിലും യാ ആണ് യഖൂമാനി യഫ്അലാനി, ജമ്മിലും നമ്മൾ പറഞ്ഞ യഫ്അലൂന യഖൂമൂന. അപ്പോൾ യാ കൊണ്ടുള്ള യഫ്അലൂന യഫ്അലാനിയും അത് തസ്നിയയിലും ജമ്മിലും. അതന്നെ എപ്പോഴാണത്? ഗൈബത്തിനായ നിലയിൽ. ഗൈബത്ത് അവിടെ മസ്തറിൻ്റെ മാനാണ്. പിന്നെ അപ്പോൾ ഗൈബത്തിന് വേണ്ടിയുള്ളതായ തസ്നിയയിലും ജമ്മിലും യാഓട് കൂടി നമ്മൾ ഏതൊക്കെ പറയലുണ്ട്? യഫ്അലൂന, പിന്നെ യഫ്അലാനി. അപ്പോൾ പിന്നെ ഏതാ? വബിത്താഇ, യഫ്അലാനി യഫ്അലൂന ബിൽ യാഇ എന്നല്ലേ ഇബ്നു ഹിഷാമിൻ്റെ എടുത്തു നോക്കുകയാണ്. വബിത്താഇ, താവ് കൊണ്ടുള്ള. ഫീഹിമ എന്ന് പറഞ്ഞാൽ തസ്നിയയിലും ജമ്മിലും. അപ്പോൾ അതായത് തഫ്അലാനി തഫ്അലൂന, തഫ്അലാനി തഫ്അലൂനയായി. തസ്നിയ ജംല തഫ്അലാനി തഫ്അലൂന. അപ്പോൾ അവിടെ ഷാരിഹ് കൊടുക്കുകയാണ് വബിത്താഇ എന്നാണ് അവിടെ ലിൽ മുഖാത്തബത്തിന്. മുഖാത്തബത്ത് ആണ് അവിടെ മസ്ദറിൻ്റെ മാനാക്കാം. ഗൈബത്ത് ഉപയോഗിച്ചതുപോലെ തന്നെ മുഖാത്തബത്ത് മസ്ദറിന് വേണ്ടിയാണ്. അപ്പോൾ മുദക്കറിൻ്റെ തസ്നിയയും പെട്ടു, അതേപോലെ തന്നെ മുഅന്നസിൻ്റെ തസ്നിയയും പെട്ടു. അതേപോലെ ജമ്മു മുദക്കറിൻ്റെ ജമ്മൊക്കെ പെട്ടു. അപ്പോൾ മുഖാത്തബത്ത് എന്നുള്ള മസ്ദർ രൂപത്തിലാകുമ്പോൾ ആണും പെണ്ണും എല്ലാം പെടും. അപ്പോൾ ഏതൊക്കെ ഫീഹിമ എന്ന് പറഞ്ഞാൽ തസ്നിയയിലാകുമ്പോൾ തഫ്അലാനി, ആണ്ണും പെണ്ണിനും ഉണ്ടല്ലോ, തഫ്അലാനി. അതേപോലെ തന്നെ എന്ന് പറയണ അൻതുമാ തഫ്അലാനി നമ്മൾ പറയുന്നുണ്ടോ, ആണിനും പെണ്ണിനായാലും.
അതേപോലെ തന്നെ പിന്നെ ജമ്മ് തഫാലൂന മുഖാത്തബിൻ്റെ ജമ്മ് അതൊക്കെ പൊട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതുകൂടി ഗൈബത്തിലുള്ള രണ്ട് പെണ്ണുണ്ടല്ലോ, അല്ല ഹിന്ദാനി തഫലാനി. അപ്പോൾ അവകളൊക്കെ നമുക്ക് കൂട്ടാം. മുസന്നിഫ് ഇബ്നു ഹിശാം റഹ്മത്തുള്ളാഹി പറയുമ്പോൾ വഹിയ യഫലാനിയാണ്, യഫലൂനയും ബിൽ യാ കൊണ്ടുള്ള യഫലാനി യഫലൂനയാണ്. അപ്പോൾ ഗൈബത്ത് പെട്ടു. പിന്നെ വബി താ കൊണ്ടുള്ള യഫലാനിയും താ കൊണ്ടുള്ള തഫലാനിയും പിന്നെ തഫലൂനയും. ഫീഹിമ എന്ന് പറഞ്ഞാൽ തസ്നിയയിലും അതേപോലെ തന്നെ ജമ്മലും. അപ്പം അതിലേക്ക് തന്നെ ചേർത്ത് നമുക്ക് ഗായിബത്താനി അൽ ഹിന്ദാനി തഫലാനി അതുകൊണ്ട് കൂട്ടാം. അപ്പോൾ അത്രയായി. പിന്നെ അല്ലെങ്കിൽ അവിത്തസലത്തു ബിഹി യാവുൽ മുഖാത്തബത്തി, അല്ല എന്താ ചെയ്യുക, അവിത്തസലത്തു ബിഹി യാവുൽ മുഖാത്തബത്തി, അല്ലെങ്കിൽ ഫീൽ മുദാരിയാണ്, അതിനോട് എന്ത് ചേർന്നിട്ടുണ്ട്, യാവുൽ മുഖാത്തബത്തി, മുഖാത്തബത്തിൻ്റെ യാ ചേർന്നതായിരിക്കും. യാവുൽ മുഖാത്തബത്തി നഹു ഇതുപോലെ തഖൂമീന പോലെ. അപ്പോൾ യഫലാനി യഫലൂനയായി, പിന്നെ തഫലാനിയായി, പിന്നെ തഫലാനി തഫലൂനയായി. പെണ്ണിൻ്റെ തഫലാനിയും നമ്മൾ മുഖാത്തബത്തിൽ പറഞ്ഞു. പിന്നെ വതഫലീനയും ബിത്താ ഈ താവ് കൊണ്ടുള്ള ദഫലീന എന്ന് പറഞ്ഞാൽ ഇൽ മുഖാത്തബത്തി, മുഖാത്തബത്തിന് വേണ്ടിയുള്ള, അത് ലിൽ വാഹിദത്തിൽ മുഖാത്തബത്തി എന്ന് തഖ്ദീർ ചെയ്യുക, മുഖാത്തബത്തിന് വേണ്ടി തഫാലീന. ഇത്രയാണ് ഇപ്പോൾ അൽ അംസലത്തുൽ ഖംസ. യഫലാനി യഫലൂന, തഫലാനി, പിന്നെ തഫലാനി തഫലൂന, പിന്നെ തഫാലീന. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഗൈബത്തും മുഖാത്തബത്തും മസ്തറായിട്ട് വെച്ചാൽ മതി. ഒന്നുകൂടി പറയാം, യഫലാനി പിന്നെ യഫാലൂന ബിൽ യാ ഈ ഫീഹിമ എന്ന് പറഞ്ഞാൽ തസ്നിയയും ജമ്മലും ഗൈബത്തിന് വേണ്ടിയുള്ളതായതിലായി. പിന്നെ അതിൽ നമ്മൾ അസൈദാൻ യഫലാനി വിട്ടു, അസൈദൂന യഫലൂനയും വിട്ടു, യഫാലൂന. പിന്നെ ആ വിത്താഗ് കൊണ്ടാണ് അൽ മുഖാത്തബത്തിന് വേണ്ടി എന്ന് ഷാരിഹ് പറയുന്നത്. അപ്പോൾ ഫീഹിമ എന്ന് പറഞ്ഞാൽ തസ്നിയൽ, അപ്പോൾ ആണും പെണ്ണും പെട്ടു തഫലാനി. പിന്നെ ജമ്മ് മുഖാത്തബിൻ്റെ ജമ്മ് ആണുങ്ങൾ അൻതും തഫലൂന. അപ്പോൾ അതേപോലെ തന്നെ അതിലേക്ക് നമ്മൾ അൽ ഹിന്ദാനി തഫലാനി ഗായിബത്താനിയും കൂട്ടുക. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഹിയ എന്ന് പറഞ്ഞാൽ ഈ അൽ അംസിലത്തുൽ ഖംസ, ഈ അംസിലത്തുൽ ഖംസകൾ അൽ ബാബു സാദിസു ആറാമത്തെ ബാബാണ്, മിമ്മാ ഖറജാനിൽ അസ്ലി, അസ്ലിനെ തൊട്ട് പുറത്തു പോയിട്ടുള്ളതിൽ നിന്നുള്ളതായ ആറാമത്തെ ബാബാണ്. അപ്പം അസ്ലിയായ ഇറാബെന്ന് ഔട്ടായി അസ്ലിയായ ഇറാബിൻ്റെ അലാമത്തിനെ തൊട്ട് അസ്ലിയായ ഇറാബിൻ്റെ അലാമത്തിനെ തൊട്ട് പുറത്തു പോയ ബാബുകളിൽ അഥവാ ഫറയ്യായ അലാമത്തിൻ്റെ ആറാമത്തെ ബാബാണ് എന്നർത്ഥം. ഇനി ഇതിൻ്റെ ഇറാബിൻ്റെ അലാമത്ത് നോക്കാം. ഫതുർഫൗ ഹാദിഹിൽ അംസിലത്തു, ഈ അംസിലകൾ റഫ് ചെയ്യപ്പെടും ബി സുബൂത്തിൻ നൂനി, നൂനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട്. സുബൂത്തിൻ നൂൻ എന്ന് പറഞ്ഞാൽ ബിൻ നൂനി സാബിത്തത്തിന് ഉദ്ദേശം സാബിത്തായ നൂന് കൊണ്ട്, സ്ഥിരപ്പെട്ട നൂന് കൊണ്ട് എന്നർത്ഥം. നിയാബത്തൻ അനി ദൊമ്മ, ദൊമ്മത്തിന് പകരമായിക്കൊണ്ട്, ത്തിനെ തൊട്ട് പുറത്തുപോയി. നിയാബത്തൻ അനി ദൊമ്മ, ദൊമ്മത്തിനെ തൊട്ട് പകരമായിക്കൊണ്ട്. അപ്പോൾ ദൊമ്മത്തിനെ തൊട്ട് എന്താ കിട്ടുക, സുബൂത്തന്നൂന. അപ്പോൾ യഫ്അലാനി യഫ്അലൂന, അതേപോലെ തന്നെ തഫ്അലാനി തഫ്അലൂന, പിന്നെ തഫ്അലീന, ഇവകളൊക്കെ നമ്മൾ മർഫൂഉൻ എങ്ങനെ അലാമത്ത് എന്താ പറയുക, അലാമത്ത് പറയുക ബി സുബൂത്തിന്നൂൻ എന്നാണ് നമ്മൾ പറയുക. ബി സുബൂത്തിന്നൂൻ, നൂനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ അലാമത്ത് പറയുക. നിയാബത്തൻ ദമ്മ എന്ന് പറയും. ഇനി വാക്യോ വതുജ്സമു, ഈ അംസിലകൾ ജസ്മു ചെയ്യപ്പെടും, വതുൻസബു നസ്ബുൻ ചെയ്യപ്പെടും, ബി ഹദ്ഫിഹാ, അതിനെ കളഞ്ഞുകൊണ്ടാ, അതായത് ഐ നൂനിനെ കളഞ്ഞുകൊണ്ട്. നിയാബത്തൻ അനി സുക്കൂനി, സുക്കൂനെ തൊട്ട് പകരമായിക്കൊണ്ട് ജസ്മിൻ്റെ അവിടെ, വൽ ഫത്ഹത്തി, ഫത്ഹത്തിനെ തൊട്ട് പകരമായിക്കൊണ്ട് നസ്ബിൻ്റെ സന്ദർഭത്തിലും. അപ്പോൾ ഇവിടെ നിയാബത്ത് വന്നു. അപ്പോൾ നഹ്വു ഇതുപോലെ ഖൗലിഖാനിൻ്റെ ഖൗല് പോലെ ലം തഖൂമു മജ്സൂമാണ്, മജ്സൂമ് ജസ്മു ചെയ്ത ആമിൽ ലമ്മാണ്, പക്ഷെ അലാമത്ത് എന്താ, ബിഹദ്ഫിൻ നൂൻ, മഅറഫ് എന്താ, സുബൂത്തിൻ നൂൻ. ഇനി വലൻ തഖൂമു അവിടെ മൻസൂബാണ്, നസ്ബ് ചെയ്ത ആമിൽ ലന്നാണ്, മൻസൂബുൻ എന്താണെന്ന് പറയാം നമ്മൾ ബിഹദ്ഫിൻ നൂൻ നിയാബത്തൻ അനിൽ ഫത്ഹത്തി എന്ന് പറയും.
അപ്പൊ ജസംതൽ അവ്വൽ ആദ്യത്തിന് അതിനെ ജസ്മു ചെയ്തു ബില്ലം ഏതുകൊണ്ട ലമ്മ് കൊണ്ട് ചെയ്തു. വനസബുത്ത സാനിയ രണ്ടാമത്തെ നസ്ബും ചെയ്തു ബില്ലന്ന് ലന്ന് കൊണ്ട്. അപ്പൊ നീ ആക്കി തീർത്തു അലാമത്തൽ ജസ്മി ജസ്മിന്റെ അലാമത്തിനെ എന്താക്കി. വൻ നസ്ബിന്റെയും ജസ്മിന്റെയും അലാമത്തിനെ നീ എന്താക്കി തീർത്തു. ഹസ്ഫൻ നൂനി നൂനിനെ കളയലാക്കി. അപ്പൊ നൂനിനെ കളയലാണ് ജസ്മിന്റെയും നസ്ബിന്റെയും അലാമത്ത് എന്ന് മനസ്സിലായി. ഖാല അല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഇൻ ലം തഫ്അലു വലൻ തഫ്അലു എന്നാ പറഞ്ഞത്. എന്താ ഫഇൻ ലം തഫ്അലു വലൻ തഫ്അലു? അതിന്റെ ഇറാബ് നോക്കാം. ഫ ഇസ്തിനാഫിന്റെ ഫ ആണ്. ഇന്ന് ജാസിമിന്റെ ഷർത്തിന്റെ ഹർഫാണ്. ഇൻ ലം എന്നുള്ളത് ഖൽബിന്റെയും നഫീന്റെയും ജസ്മിന്റെയും ഹർഫാണ്. തഫ്അലു എന്നുള്ള നമ്മൾ ഇറാബ് പറയേണ്ട മുദാരി മജ്സൂമ് ജസ്മ് ചെയ്ത ആമിലി ഏതാ ലം. അപ്പൊ വാലാത്ത് ജസ്മിന്റെ അലാമത്ത് എന്താ ഹദ്ഫുൻ നൂൻ. കാരണം എന്താ ഫഅൽ ഖംസപ്പെട്ടതാണ്. പിന്നെ വലൻ തഫ്അലു വാവയുടെ വലൻ തഫ്അലു ലൂ എന്നുള്ള വാവ് അതാണ് റഫിന്റെ മഹല്ല്, അത് ഫായിലാണ്. അലിഫ് തഫ്അലു എന്നുള്ള അലിഫ് തഫ്രീഖിന് വേണ്ടിയാണ്. ലൻ വലൻ എന്നുള്ള വ ഇത്റാദിയ വാവാണ്. വലൻ ലൻ തഫ്അലു എന്നുള്ളത് ഇത്റാദിയാണ്, അവിടെ മഹല്ലില്ല ഇറാബില്. വലൻ വാവി ഇത്റാദിയ ലൻ ഹർഫ് നാസിബാണ്. തഫ്അലു ഫീൽ മുദാരിയാണ്, മൻസൂബാണ്, നസ്ബ് ചിരാമിൽ ലന്നാണ്. ആ നസ്ബിന്റെ അലാമത്താകുന്നത് ഹദ്ഫുൻ നൂനാണ്, കാരണം അഫ്ആലുൽ ഖംസിൽ പെട്ടതാകുന്നു. പിന്നെ തഫ്അലു എന്നുള്ള വാവ് ഫായിലാണ്, റഫിന്റെ മഹല്ലാണ്, അലിഫു തഫ്രീഖിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ഇറാബ് പറയാം. അപ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് ഇപ്പോൾ കിട്ടിയത് എന്താ? ഇവിടെ മജ്സൂമും മൻസൂബും എന്നായപ്പോൾ നമുക്ക് സാഹിറായ ഫത്ഹത്തോ അല്ലെങ്കിൽ സുക്കൂനൊന്നും അവിടെ വന്നിട്ടില്ല. അപ്പോൾ നോക്കാം. ഫല്ലവ്വലു ആദ്യത്തേത് ജാസിമുൻ വ മജ്സൂമുൻ. ജാസിമാണ് മജ്സൂമാണ്. ഏതാ ജാസിമു? ലമ്മ്. മജ്സൂമാര തഫ്അലു. വത്താനി രണ്ടാമത്തേതോ നാസിബാണ് വ മൻസൂബാണ്. ഏതാ നാസിബ്? ലന്ന് നസ്ബ് ചെയ്തോന്. തഫ്അലു മൻസൂബാക്കപ്പെട്ടോ പിടിക്കുക. വ അലാമത്തുൽ ജസ്മി വൻ നസ്ബി. അപ്പം നസ്ബിന്റെയും ജസ്മിന്റെയും അലാമത്താകുന്നത് ഹദ്ഫുൻ നൂനി നൂനിനെ കളയലാകുന്നു. അപ്പോൾ അതോടുകൂടി ഈ ബാബ് കഴിഞ്ഞു. അതാണ് ആറാമത്തെ ബാബ്. ആറാമത്തെ ബാബ് അഫ്ഇലത്തുൽ ഖംസ. അതിലെ പ്രത്യേകത എന്താണ്? ഫറായിയായ അലാമത്താണ്. ബമ്മത്തിനെ തൊട്ട് എന്താ പകരം വരിക? സുബൂത്തുൻ നൂനാണ്. പിന്നെ സുക്കൂനും ഫസത്തിനെ തൊട്ട് എന്താ വരിക? ഇവിടെ ഹദ്ഫുൻ നൂനാണ്. അതാണ് ഇത്രയും മനസ്സിലാക്കാനുള്ളത്. അടുത്തതായി ഏറ്റവും അവസാനത്തെ ഏഴാമത്തെ ബാബ് നോക്കാം. വ ഇല്ലൽ ഫിഅലൽ മുഅത്തല്ലൽ ആഖിരി. ആഖിർ മുത്തല്ലാക്കപ്പെട്ടതായ ഫീലൊഴികേന. വഹുവ അതെന്താ? ആഖിർ മുത്തല്ലേറ വഹുവ ഒരു ഫിയാലാണ്. കാനാഖിറുഹു അതിന്റെ അവസാനമായി വാവായിരിക്കും, ഔ അലിഫൻ അലിഫായിരിക്കും, ഔ യാ എന്നുള്ള യാ ആയിരിക്കും. ലഹു ഇതുപോലെ യഗ്സു വാവാണ് അവിടെ, വയഖ്ശ അലിഫാണ് അവിടെ, വയർമി യാ ആണ് അവിടെ. അപ്പോൾ ഇത് വഹുവൽ ബാബു സാബിഉ ഏഴാമത്തെ ബാബാണ്. മിമ്മാ ഖറജ അനിൽ അസ്ലി അസ്ലിനെ തൊട്ട് പുറത്തു പോയതിൽ നിന്നുള്ളത് ഏഴാമത്തെ ബാബാണ്, അവസാനത്തെ ബാബ്. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? ഫറായിയ അലാമത്ത് എങ്ങനെ? ഫയുജ്സമു ഹാദൽ ഫിഅലു. ഈ ഫിഅലിനെ ജസ്മ് ചെയ്യപ്പെടാ ബിഹദ്ഫിഹി. അവിടെ നമുക്ക് കിട്ടും ജസ്മിന്റെ സന്ദർഭത്തിലുള്ളൂ. ബിഹദ്ഫിഹി അതിനെന്താണ്? ബിഹദ്ഫി അതിനെ കളഞ്ഞുകൊണ്ടാണ്, ഹദ്ഫ് ചെയ്തുകൊണ്ടാണ്. ഹദ്ഫി എന്ന് പറഞ്ഞാൽ അയിലാഖിരി അവസാനത്തെ, അഥവാ അവസാനത്തെ അല്ലത്തിന്റെ ഹർഫിനെ ഹദ്ഫ് ചെയ്തുകൊണ്ടാണ് ജസ്മ്. എന്നാ ബാക്കിയുള്ളതിൽ നമുക്കില്ല ജസ്മു. ഏതാ? നസ്ബും അതേപോലെ തന്നെ നസ്ബും റഫ്ഉം അവിടെ ഇല്ല. അവിടെ കാരണം അവിടെ എന്താ അസ്ലിയ അലാമത്ത് എന്ന നിലക്കാണ് മുഖദ്ദറത്ത്. ചിലയിൽ ഇപ്പോൾ വാവ് യാ ഉള്ളിൽ നസ്ബ് എന്തായിരിക്കും? സാഹിറായിരിക്കും. യഗ്സുവ യർമിയ എന്ന് പറയും. അതൊക്കെ പിന്നെ വരും ഇൻഷാ അല്ലാഹ്. ഏതായാലും നമുക്കിപ്പോൾ ബാബിന്ന് കിട്ടുന്നത് ഫറഇയ അലാമത്ത് എന്താവണം? മുത്തല്ലാഖിറനാണ്. പക്ഷേ ഇവിടെ മാത്രം ജസ്മിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ ഫയുജ്സമു ജസ്മ് ചെയ്യപ്പെടും ഹാദൽ ഫീലു ഈ ഫീലിനെ ബിഹദ്ഫിഹി അതിൻ്റെ ആഖിർ കളഞ്ഞുകൊണ്ട് ഈ ആഖിരി ആഖിർ നിയാബത്തൻ അനി സുക്കൂനി സുക്കൂന് പകരമായിക്കൊണ്ട് അസ്ലിയായ ഹലാമത്തായ സുക്കൂന് പകരമായിക്കൊണ്ട് അല്ലതി ഈ സുക്കൂൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാ? ഹു അതാകുന്നത് ഹദ്ഫുൽ ഹറക്കത്തി ഹറക്കത്തിനെ കളയലാണ്. അങ്ങനെ കളഞ്ഞുള്ളതായ സുക്കൂനിന് തൊട്ട് പകരമായിക്കൊണ്ട് ആഖിർ കളഞ്ഞുകൊണ്ടാണ് ഇത് ജസ്മ് ചെയ്യപ്പെടുക. നഹു ഏതുപോലെ? ലം യഗ്സു വലം യഖ്സ വലം യർമി. അപ്പൊ നഹു ലം യഗ്സു അവിടെ എന്താ പറഞ്ഞത്? ലം യഗ്സു എങ്ങനെ പറയും? നമ്മൾ ഫിഅല് മുദാരി മജ്സൂമാണ്. ഫിഅല് മുദാരി മജ്സൂമാണ്. എങ്ങനെ മജ്സൂം കിട്ടിയത്? ബിഹദ്ഫി ഹർഫിൽ ഇല്ലത്തിന്റെ ഹർഫിനെ കളഞ്ഞ വാവ്. വലം യഖ്സ അതും മജ്സൂമാണ്. അതിങ്ങനെ വലം യഖ്ശ എന്നായിരുന്നു. ബിഹദ്ഫി ഹർഫിലില്ല അലിഫിനെ കളഞ്ഞു. വലം യർമി ബിഹദ്ഫി ഹർഫിലില്ല യാനെ കളഞ്ഞു.
അപ്പോൾ അതോടുകൂടി നിയാബത്തിൻ്റെ ബാബുകൾ ഇവിടെ കഴിഞ്ഞു. ആ 7 അലാമാത്തുൽ ഫുറോ 7 ബാബുകളായി നമ്മൾ പറഞ്ഞു. അസ്മാഉ സിത്ത, മുസന്ന, ജമ്മു ദക്കർ സാലിം, ജമ്മു അന്നസ് സാലിം, 5-ാമത്തെ ഖൈർ മുൻസരിഫ്, 6-ാമത്തെ അംസലത്തുൽ ഹംസ, 7-ാമത്തെ ഏറ്റവും ലാസ്റ്റത്തേത് അൽ ഫീലുൽ മുത്തല്ലുൽ ആഖിർ. അതന്നെ 7. ഇങ്ങനെ ടോട്ടൽ 7 ബാബുകളാണുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തഖ്ദീരിയ ഇറാബിനെ കുറിച്ചാണ് അത് അടുത്ത ക്ലാസ്സിൽ. ബാറകല്ലാഹു ഫീക്കും.